अरे इम्तिहान कैसे थे? उर्दू है ना, ये हमेशा आसान होते हैं. അതെ, 5ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ഉർദു ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രവർത്തനം 1. തൊപ്പിയുടെ ചിത്രത്തിന് നിറം കൊടുക്കാനും ഉർദു പേര് ടോപ്പി എന്ന് എഴുതാനുമായിരുന്നു. സിമ്പിൾ അല്ലേ? ഒന്നിൽ രണ്ടാമത്തെ പ്രവർത്തനം തൊപ്പിയെക്കുറിച്ച് ഉർദുവിൽ എഴുതാനായി. ये टोपी है, ये खूबसूरत टोपी है, ये अच्छी टोपी है, टोपी का रंग लाल है, टोपी बाजार से लाया है. इवेल खूबसूरत, अच्छी, रंग, ബാസാർ എന്നിവ ഇഷാരയായിട്ട് ചോദ്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. പ്രവർത്തനം 2. തന്നിരിക്കുന്ന പദ്യം വായിച്ച് പാട്ടിലുള്ള വീട്ടിലെ അംഗങ്ങൾ എഴുതാനാണ്. എല്ലാവരും എഴുതിയല്ലോ അല്ലേ? അബ്ബ, അമ്മി, ദാദാ, ദാദി, ഭായി, ബഹൻ, നാന, നാനി എന്നീ പേരുകളാണ് പദ്യഭാഗത്തുള്ളത്. വീടിനെക്കുറിച്ച് വാചകങ്ങൾ എഴുതാനായിരുന്നു അതിലെ രണ്ടാമത്തെ പ്രവർത്തനം. ये घर है, ये मेरा घर है, मेरा घर अच्छा है, मेरा घर खूबसूरत है. പ്രവർത്തനം 3. ശാലിനിയുടെ അബ്ബാജാൻ ബാസാറിൽ നിന്ന് പാവ വാങ്ങി വന്നപ്പോൾ ശാലിനിയും മുത്തശ്ശിയും തമ്മിലുള്ള സംഭാഷണം. ബുദ്ധിമുട്ടൊന്നും കൂടാതെ എഴുതിയല്ലോ അല്ലേ? സംഭാഷണം നോക്കാം. ദാദി അമ്മ, ശാലിനി ബേട്ടി, യേ ക്യാ ഹെ? ശാലിനി മോളെ, ഇതെന്താണ്? ശാലിനി, യേ ഡാഷ് ഹെ? ഇത് എന്താണ് കൊണ്ടുവന്നത്? ഗുഡിയയാണ് കൊണ്ടുവന്നത്. അപ്പോൾ യേ ഗുഡിയ ഹെ. ഒന്നാമത്തെ വരിയിലുണ്ട് ഗുഡിയ എന്നുള്ളത്. ദാദിയമ്മ ചോദിച്ചു, യേ കോൻ ലായെ? ആരാണ് കൊണ്ടുവന്നത്? യേ അബ്ബാജാൻ ലായെ, യേ അബ്ബാജാൻ ലായെ. ഇത് അബ്ബാജാനാണ് കൊണ്ടുവന്നത്. യേ കഹാസെ ലായെ ബേട്ടി? ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇതെവിടെ നിന്നാണ് കൊണ്ടുവന്നത്? യേ അബ്ബാജാൻ ഡാഷ് സെ ലായെ ഹെ. ഡാഷുള്ളിടത്ത് എന്ത് ചെയ്യണം? ബാസാർ സെ എന്നുള്ളത് എഴുതണം. അബ്ബാജാൻ ബാസാർ സെ ലായെ ഹൈ എന്നെഴുതണം. ഇനി അവിടെ ഒരു ചോദ്യം ഒരു ഉത്തരവുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ശുക്രിയ, ശുക്രിയ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആ രീതിയിൽ ആ സംഭാഷണം പൂർത്തീകരിച്ച് എഴുതുക എന്നുള്ളത്. പ്രവർത്തനം 4. ശാലിനിയുടെ റൂമും അതിലെ വസ്തുക്കളും പറഞ്ഞു തന്ന് നമ്മോട് ചോദിക്കുക ഇതാരുടെ റൂമായെന്ന്, റൂമിൽ എന്തെല്ലാം ഉണ്ട് എന്ന്. എന്താ? യേ കിസ്കാ കംര ഹെ? ഇത് ആരുടെ കംരയാണ്? ഇപ്പോൾ പറഞ്ഞു എന്ത്? നമ്മളിപ്പോൾ വായിച്ചതിൽ ഫസ്റ്റ് എന്താണ്? യേ ശാലിനി കാ കംര ഹെ. ഇത് ശാലിനിയുടെ കംരയാണ്. കംരേമേ ക്യാ ക്യാ ഹെ? അത് കഴിഞ്ഞിട്ട് അടുത്ത വരി എന്താണ്? കംരേമേം പലങ്ക്, അൽമാരി, ഗേന്ത്, മേസ് എന്നൊക്കെ പറഞ്ഞാണ്ടില്ലേ? ആ വരിയെ പൂർണ്ണമായിട്ട് എഴുതുക. ശാലിനി കാ കംര കൈസാ ഹെ? ശാലിനിയുടെ കംര റൂം എങ്ങനെയുള്ളതാണ്? അപ്പോൾ ചോദ്യത്തിൽ എന്തുണ്ട്? ശാലിനി കാ കംര ഖൂബ്സൂറത്ത് ഹെ എന്ന് ഉണ്ട്. പക്ഷെ ഇവിടെ 2 വരിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വരി കൂടി എഴുതണം. ശാലിനി കാ കംര അച്ഛാ ഹെ, ശാലിനി കാ കംര ബഡാ ഹെ അല്ലെ ചോട്ടാ ഹെ എന്നുള്ള രീതിയിൽ ഒരു 2 സെൻറ്റൻസ് ഇവിടെ എഴുതണം. പ്രവർത്തനം 5-ൽ എ ചോദ്യം ശാലിനി വായിച്ച റൂഹിയുടെ 4 വരി കഥയും അതിൽ നിന്നുള്ള 2 ചോദ്യങ്ങളും. കഥയുമായി ബന്ധപ്പെട്ട 4 ചിത്രങ്ങൾ തന്ന് അതിന് താഴെ 4 വരി എഴുതാനും. ഇനി ഇവിടെ ചോദ്യം ഇതാണ്, റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സെ ക്യാലായ? റൂഹിയുടെ അബ്ബാജാൻ ബാസാറിൽ നിന്ന് എന്താണ് കൊണ്ടുവന്നത്? അപ്പോൾ ഉത്തരണ്ടത് ഗുഡിയ എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗുഡിയാണ് ഉത്തരം.
റൂഹി ക്യോ ഖുഷ് ഹുയി, റൂഹിക്ക് എന്തുകൊണ്ടാണ് സന്തോഷമായത്. അപ്പോൾ റൂഹി ബഹുത്ത് ഖുഷ് ഹുയി അവർ ഗുഡിയാക്കെ സാത്ത് കേൾനെ ലഗി എന്നുള്ളതല്ല എഴുതേണ്ടത്. എന്താണ്? റൂഹി കെ അബ്ബാജാൻ ബാസാർ സെ ഗുഡിയാലായേ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് റൂഹിയുടെ അബ്ബാജാന് റൂഹിക്ക് വേണ്ടി ബാസാറിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു? ഗുഡിയ കൊണ്ടുവന്നു. അഥവാ തൊട്ട് മുമ്പുള്ള വരി. അത് ഒന്നാമത്തെ ചോദ്യം റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സെ ക്യാലായേ എന്നുള്ളിടത്ത് നമ്മൾ സെൻറ്റൻസ് ആയിട്ട് എഴുതാണ് എന്ത് ചെയ്തുക? റൂഹിക്ക് അബ്ബാജാൻ ബാസാർ സെ ഗുഡിയാലായേ. അത് എഴുതുമ്പോഴാണ് സന്തോഷമാവുക. ഇനി ഇതിലെ മൂന്നാമത്തെ പ്രവർത്തനം, പിന്നെ ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ചിത്രങ്ങളിൽ ഒന്നാമത്തെ റൂഹിയാണ്, രണ്ടാമത്തെ അബ്ബാജാന് വരികയാണ്, മൂന്നാമത്തെ കൊടുക്കുകയാണ്, നാലാമത്തെ അതേറ്റവും കളിക്കുകയാണ്. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെ കൊടുത്ത ഇതേ ഓർഡറിൽ തന്നെയാണ് അവിടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടി നിൽക്കുന്നു, അവിടെ ഈ ഒന്നാമത്തെ റൂഹിയേക്ക് അച്ചിയിലെടുക്കീത്തി എന്നുള്ളത് എഴുതുക. രണ്ടാമത്തേൽ എന്താ? അബ്ബാജാൻ നടന്നു വരികയാണ്, അപ്പോൾ അവിടെ രണ്ടാമത്തെ ഏക്ക് ദിൻ എന്ന് പറഞ്ഞാണ്ടുള്ള രണ്ടാമത്തെ വരി. മൂന്നാമത്തെ കൊടുക്കുകയാണ്, അപ്പോൾ അവിടെ ബേട്ടി എന്നുള്ള വരി എഴുതുക. സിമ്പിളാണ്, കാരണം ഇതേ ഓർഡറിൽ തന്നെയാണ് അവിടെ കൊടുത്തത്. ഇതേ ഓർഡറിൽ ആ വരി താഴെ ഇങ്ങനെ ഓരോ ചിത്രത്തിൻ്റെ താഴെ എഴുതിയാൽ മതി. 5 ബിയോ ഷാക്കിറയുടെ ബില്ലിയെക്കുറിച്ചുള്ള വരികളും ചോദ്യങ്ങളും. അടുത്ത 5B എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഷാക്കിറാക്കി ഏക്ക് പ്യാരി ബില്ലി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ബബിളു എന്നായിരുന്നു. ബബിളു എല്ലാ ദിവസവും മ്യാവു മ്യാവു പറഞ്ഞിട്ട് ഷാക്കിറയുടെ കൂടെ കളിക്കുമായിരുന്നു. ബില്ലിയെ കണ്ടപ്പോൾ ബില്ലിയെ കണ്ടിട്ട് ഒരു കുത്ത ഓടി വന്നു, കുത്ത അങ്ങോട്ട് വന്നു. അപ്പോൾ ആ കുത്തയെ കണ്ടപ്പോൾ ബില്ലി എന്തായി? ബബ്ലു ബില്ലി പേടിച്ചു പോയി. ഇതാണ് കഥ. ഈ ചോദ്യം ഇതാണ്, ഷാക്കിറാക്കി ബില്ലി കാ നാം ക്യാ താ, ഷാക്കിറയുടെ ബില്ലിയുടെ പേര് എന്തായിരുന്നു? അപ്പോൾ ആ പേര് അവിടെ കൊടുക്കുന്നുണ്ട്, ഉസ്കാ നാം ബബ്ലു താ, ബബ്ലു എന്നുള്ളതാണ് ഒന്നാമത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ഷാക്കിറ കിസ്കെ സാത്ത് കേൽത്തി തീ, ഷാക്കിറ ആരോട് കൂടെയാണ് കളിച്ചിരുന്നത്. അപ്പോൾ അവിടെ ബബ്ലു എന്ന് എഴുതിയാലും ശരിയാണ്, ബില്ലി എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ബബ്ലു അല്ലെങ്കിൽ ബില്ലി. ബില്ലിക്ക് ആവാസ് കൈസി ഹെ, എങ്ങനെയാണ്? ഉത്തരം എന്താ? മ്യാവു മ്യാവു. വോ ക്യോൺ ഡർ ഗയി, എന്തിനുകൊണ്ടാണ് പേടിച്ചത്? അപ്പോൾ എന്താണ്? ഏക്ക് കുത്ത വഹ ആയ, കുത്തയെ കണ്ടപ്പോഴാണ് എന്ത് ചെയ്തത്? പേടിച്ചത്. 6 ചോദ്യം പൂച്ചപ്പാട്ടായിരുന്നു. അതിലെ സമാന ശബ്ദപദങ്ങൾ കൂട്ടുകാർ കണ്ടെത്തിയില്ലേ? അടുത്തത് 6 എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ ഒരു പാട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഹമ്മാവാസ് അൽഫാസ് എഴുതാനാണ്. ഇപ്പോൾ ഹമ്മാവാസ് അൽഫാസ് ഒന്നാമത്തെ വരിയിൽ പ്യാരി ന്യാരി, കണ്ടില്ല നിങ്ങൾ? പ്യാരി ന്യാരി. പിന്നെയോ അടുത്തത് ലഗത്തി പെറുത്തി അല്ലെ കറുത്തി, ലഗത്തി കറുത്തി, ലഗത്തി കറുത്തി. ഇതാണ് 6 ബി. അതിൽ 6 അടുത്ത ചോദ്യം, പൂച്ചയെക്കുറിച്ച് വാക്യങ്ങൾ എഴുതാമോ? പൂച്ചയെക്കുറിച്ച് വാക്യങ്ങൾ എഴുതാമോ? പൂച്ചയെക്കുറിച്ച് എഴുതാനും മറന്നില്ലല്ലോ, എങ്ങനെയാണ് എഴുതിയത്? അപ്പോൾ നിങ്ങൾക്ക് എഴുതാം എന്ത്? യേ ബില്ലി ഹെ, യേ മേരി ബില്ലി ഹെ, യേ മേരി പ്യാരി ബില്ലി ഹെ, യേ അച്ചി ബില്ലി ഹെ, ബില്ലി മ്യാവു മ്യാവു കർത്തി ഹെ. അതിൽ നിന്നുള്ള പദങ്ങൾ പാട്ടെന്ന് കിട്ടും. 6 ബി ചോദ്യം, അബ്ബയെക്കുറിച്ചുള്ള പാട്ട് തന്ന് ചോദിക്കുക. ഇതാരെക്കുറിച്ചുള്ള പാട്ടാണ് എന്ന്. അബ്ബയെക്കുറിച്ച് വരികൾ എഴുതാനും. യേ ഗീത് കിസ്കെ ബാരെ മേ ഹെ, യേ ഗീത് കിസ്കെ ബാരെ മേ ഹെ. ഉത്തരം എന്താ? ഇതാരെക്കുറിച്ചുള്ളതാണ്? അപ്പോൾ ഒന്നാമത്തെ അബ്ബാക്കെ ബാരെ മേ ഹെ, അബ്ബാക്കെ ബാരെ മേ ഹെ. രണ്ടാമത്തെ ചോദ്യം, ഗീത് പഠിക്കർ അബ്ബാക്കെ ബാരെ മേ ചന്തു ജുംല ലിഖിയേ, ഗീത് വായിച്ചിട്ട് അബ്ബയെക്കുറിച്ച് വരികൾ എഴുതുക. യേ മേരെ അബ്ബാ ഹൈ, യേ മേരെ പ്യാരെ അബ്ബാ ഹൈ, യേ ന്യാരെ അബ്ബാ ഹൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ബയെക്കുറിച്ച് ഇതിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താം? അബ്ബ മുജുക്കോ കുടിയ ലാത്തേ ഹൈ, അബ്ബ അച്ഛേ ലഗത്തെ ഹൈ, അബ്ബ സച്ചേ ലഗത്തെ ഹൈ. ഈ രീതിയിൽ അബ്ബയെക്കുറിച്ച് സെൻറ്റൻസ് എഴുതുകയാണ് വേണ്ടത്. മലയാളത്തിൽ കേൾക്കാൻ നല്ല സുഖമാണ് അല്ലേ?
ഉറുദു വായിച്ചെടുത്ത് മനസ്സിലാക്കി ഉത്തരമെഴുതിയ എന്റെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അഭിനന്ദനങ്ങൾ.